അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റഹ്മാനിൻ്റെ 2, 3, 4 ആയത്തുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നാം പറഞ്ഞ് വന്നത്. 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, അല്ലാഹു മനുഷ്യനെ ഖുർആൻ പഠിപ്പിച്ചു. രണ്ടാമത്തേത്, മനുഷ്യനെ പടച്ചു. മൂന്നാമത്തേത്, അവന് സംസാര ശേഷി നൽകി. ഈ 3 കാര്യങ്ങൾ നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതൊരു കൃത്യമായ ക്രമത്തിലല്ലല്ലോ എന്ന ഒരു തോന്നൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. കാരണം ആദ്യം പറയുന്നത് ഖുർആൻ പഠിപ്പിച്ചു എന്നാണ്. പിന്നെയാണ് മനുഷ്യനെ പടച്ചു എന്ന് പറയുന്നത്. അതും കഴിഞ്ഞിട്ടാണ് മനുഷ്യനെ സംസാരിക്കാൻ പഠിപ്പിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രമത്തിൽ ഈ ആയത്തുകളെ വെച്ചിരിക്കുന്നതാണെങ്കിലോ അല്ലാഹു ആണ്. അല്ലാഹു അല്ലായിരുന്നുവെങ്കിൽ മറ്റാരെങ്കിലും അത് ക്രമപ്പെടുത്തിയപ്പോൾ വന്ന ഒരു മിസ്റ്റേക്കാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ക്രമത്തിൽ അവതരിപ്പിച്ചാൽ അതിൻ്റെ അർത്ഥം ആ ക്രമത്തിൻ്റെ പിന്നിൽ എന്തോ ഒരു വലിയ ആശയമുണ്ട് എന്നാണ്. എപ്പോഴും നമ്മൾ അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഓരോ സ്പർശനങ്ങളെയും കാണേണ്ടത്. വിശുദ്ധ ഖുർആനിലെ കാര്യങ്ങളാണെങ്കിലും ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകാൻ വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന പ്രാപഞ്ചിക കാര്യങ്ങളാണെങ്കിലും ഇതിലൊക്കെ തന്നെയും അല്ലാഹു അതിനെ അങ്ങനെ വെച്ചു, അല്ലെങ്കിൽ അല്ലാഹു അതിനെ അങ്ങനെ പടച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെ എന്നതിന് വലിയൊരു വിശദീകരണമുണ്ടാകും. ആ വിശദീകരണം പലപ്പോഴും വലിയ ഒരു ചിന്തയായിരിക്കും. ഇവിടെ ഇപ്പോൾ സാധാരണഗതിയിൽ ഒരാൾക്ക് ആലോചിക്കാം, സത്യത്തിൽ പറയേണ്ടിയിരുന്നത് അല്ലാഹു മനുഷ്യനെ പടച്ചു, എന്നിട്ട് അവനെ സംസാരം പഠിപ്പിച്ചു, എന്നിട്ട് അവനെ ഖുർആൻ പഠിപ്പിച്ചു. കാരണം ആദ്യം പടക്കണമല്ലോ, ആദ്യം അവൻ ഉണ്ടാകണമല്ലോ. അതാണല്ലോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവന് സംസാരം അറിയണം, എന്നിട്ടേ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം വിശുദ്ധ ഖുർആൻ വായിക്കാനുള്ളതാണ്, ഒപ്പം വിവരിക്കാനും വ്യാഖ്യാനിക്കാനുമുള്ളതാണ്, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് അവസാനത്തെ പ്രോസസ്സാണ്. രണ്ടാമത്തേത് അവന് സംസാരം പഠിക്കുക എന്നതാണ്. സംസാരം നമുക്കെല്ലാവർക്കും അറിയാം. ജനിക്കുമ്പോൾ തന്നെ മനുഷ്യൻ സംസാരിക്കുന്നില്ല, മറിച്ച് കുറച്ച് കഴിഞ്ഞ് അവൻ അവൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് അക്ഷരങ്ങളും വാക്കുകളും ചേഷ്ടകളും എല്ലാം പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമായി പറയേണ്ടത് മനുഷ്യനെ പടച്ചു എന്നാണ്. അങ്ങനെയല്ലേ പറയേണ്ടത് എന്ന് ചോദിച്ചാൽ, ഭൗതികമായ ക്രമീകരണം എന്ന ആശയത്തിലേക്ക് നോക്കുമ്പോൾ, അതായത് ഞാനോ നിങ്ങളോ ഈ കാര്യമോ അല്ലെങ്കിൽ സമാനമായ മറ്റെന്തെങ്കിലും കാര്യമോ ക്രമീകരിക്കുകയാണ് എങ്കിൽ ഭൗതികമായി അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് നമുക്ക് പറയാം, വാശി പിടിക്കാം. പക്ഷേ ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. ഈ ക്രമം എങ്ങനെ വെച്ചിരിക്കുന്നത് അള്ളാഹു ആണ്. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ ക്രമീകരണം, അതിൻ്റെ പിന്നിൽ മഹത്തായ ചില ചിന്തകളുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പടച്ചു, സംസാരം പഠിപ്പിച്ചു, ഖുർആൻ പഠിപ്പിച്ചു എന്നതാണ് ക്രമീകരണം, ശരിയായ ക്രമീകരണം അങ്ങനെയാണ് എന്ന് നമുക്ക് തോന്നുന്നത് ഭാഷാപരമായി, അല്ലെങ്കിൽ ഉണ്ടായ സംഭവത്തിൻ്റെ പരമ്പരയും ക്രമണികയും അനുസരിച്ച് അങ്ങനെയാണല്ലോ എന്ന് നമുക്ക് തോന്നുകയാണ്. സത്യത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് ഏത് ക്രമത്തിൻ്റെയും ക്രമീകരണത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ആശയതലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3 ആയത്തുകളെ ക്രമീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ആശയം അനുസരിച്ചാണ് എന്നർത്ഥം. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊന്ന് വിശദീകരിച്ചാൽ നമുക്കത് മനസ്സിലാകുള്ളൂ. ആശയമനുസരിച്ച് ഈ പറഞ്ഞതുപോലെ തന്നെയാണ് പറയേണ്ടത് എന്ന് നമുക്കപ്പോൾ ബോധ്യമാകും. ഉദാഹരണമായി, പടച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്തിനാണ് മനുഷ്യനെ പടച്ചത്? ലോകത്ത് ഒരുപാട് ജീവികളുണ്ട്,
കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ജീവി കൂടെ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് അവനെ കേവലം പടച്ച് വിട്ടതല്ല. പിന്നെയോ അവനെ മറ്റു ജീവികൾക്കാർക്കുമില്ലാത്ത മറ്റെന്തോ ഒരു സവിശേഷതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തോ ഒരു ദൗത്യത്തിന് വേണ്ടി അവനെ പടച്ചതാണ്. അപ്പോൾ അതെന്താണ് എന്ന് ആദ്യം കണ്ടെത്തണം. എന്നാലേ ആശയതലത്തിലുള്ള ക്രമീകരണം എങ്ങനെയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സംസാരം പഠിപ്പിച്ചു എന്നാണ്. സംസാരം എന്നുള്ളത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവാണ്, മനുഷ്യന് മാത്രം അല്ലാഹു കൊടുത്തതാണ് എന്നത് നമുക്കറിയാം, നമ്മൾ നേരത്തെ പറയുകയും ചെയ്തു. പക്ഷേ മനുഷ്യനെ അല്ലാഹു സംസാരം പഠിപ്പിച്ചത് കേവലം സംസാരിക്കാൻ വേണ്ടി മാത്രമാണോ? സംസാരിക്കാൻ മാത്രമല്ല. അവന് വേണമെങ്കിൽ അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ സംസാരിച്ചു കൊള്ളട്ടെ എന്ന് കരുതി അല്ലാഹു സംസാരശേഷി നൽകിയതല്ല. മറിച്ച് അവന് സംസാരിക്കാൻ ചിലതുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവനെ സംസാരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ, ചില ദൗത്യങ്ങൾ, ചില ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അതിൻ്റെ പേരിലാണ്. അപ്പം അതുകൊണ്ട് മനുഷ്യനെ അല്ലാഹു പടച്ചു എന്നതിനേക്കാൾ അവനെ അല്ലാഹു സംസാരം പഠിപ്പിച്ചു, വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനുമുള്ള ശേഷി പഠിപ്പിച്ചു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റെന്തോ ഒന്ന് ഉണ്ട്. ആ ഒന്നിന് വേണ്ടിയാണ് അവനെ പഠിച്ചത്. ആ ഒന്നിന് വേണ്ടിയാണ് അവന് സംസാരം പഠിപ്പിച്ചത്. അത് എന്താണ് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ ശരിയായ ക്രമം തന്നെയാണ് അല്ലാഹു പാലിച്ചിരിക്കുന്നത് ഈ സൂറത്തിൻ്റെ ആയത്തുകൾക്കിടയിൽ എന്നത് നമുക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയും. ഒന്നുകൂടി പറഞ്ഞാൽ, മനുഷ്യനെ പടച്ചത്, മനുഷ്യനെ സംസാരം പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? സത്യത്തിൽ കേവലം ഒരു ജീവി കൂടി ഉണ്ടാവുക എന്ന ഉദ്ദേശത്തിൽ പടച്ചതാണോ? അവന് വേണമെങ്കിൽ സംസാരിക്കണമെങ്കിൽ സംസാരിച്ചു കൊള്ളട്ടെ എന്ന അർത്ഥത്തിൽ അവനെ സംസാരം പഠിപ്പിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ അങ്ങനെയാവാൻ വഴിയില്ല. കേവലം ഒരു ജീവിയായി തീരുക എന്നതിനപ്പുറം, കേവലം തൻ്റെ ആവശ്യങ്ങൾ പറയാൻ കഴിയുക എന്നതിലപ്പുറം അവനെ പടച്ചതിൻ്റെയും അവന് സംസാരം പഠിപ്പിച്ചതിൻ്റെയും പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ആ ലക്ഷ്യമെന്നറിയാമോ? അത് അള്ളാഹുവിൻ്റെ പ്രതിനിധിയാവുക എന്നതാണ്. അള്ളാഹു ആ കാര്യം ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. ആദം നബി അലൈഹിസ്സലാമിനെ പടക്കാൻ ഉദ്യമിക്കുമ്പോൾ, തീരുമാനിക്കുമ്പോൾ അള്ളാഹു അവരോട് പറയുന്നുണ്ട്, മലക്കുകളോട്, വാനലോകത്തോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രതിനിധിയെ പടക്കാൻ പോകുന്നു. അള്ളാഹു പടച്ചതാണ് ഈ ലോകത്തെ എല്ലാ ജീവികളെയും ചരാചരങ്ങളെയും, നമുക്കറിയാം. പക്ഷേ അപ്പോഴൊന്നും ഞാൻ എന്തിനെയാണ് പടക്കാൻ പോകുന്നത് എന്ന് അള്ളാഹു എടുത്തു പറഞ്ഞിട്ടില്ല. ഇവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ മനുഷ്യനെ പടക്കാൻ പോകുന്നു എന്ന് പറയുന്നില്ല. മറിച്ച് മനുഷ്യൻ എന്നതിനേക്കാൾ അവനെ അള്ളാഹു വിളിക്കുന്നതും അംഗീകരിക്കുന്നതും പ്രതിനിധി എന്ന നിലക്കാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രാതിനിധ്യം വഹിക്കുക, അതാണ് പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യം സാധ്യമാകണമെങ്കിൽ ഒന്ന്, അവൻ പരിപൂർണനായൊരു മനുഷ്യനാവണം, ഒരു പരിപൂർണനായ ജീവിയാവണം. ആടുകളെപ്പോലെ, മാടുകളെപ്പോലെ, പൂച്ചകളെപ്പോലെ, മറ്റു ജീവികളെപ്പോലെ ഒരു ജീവിയായാൽ പോരാ. മറിച്ച് പൂർണ്ണതയുടെ അർത്ഥങ്ങൾ പേറുന്ന ഒരു ജീവിയായി അവൻ മാറണം. കാരണം അത്തരം ജീവികളെയും മറ്റുമൊന്നും തൻ്റെ പ്രതിനിധിയാക്കാൻ കൊള്ളില്ല. തൻ്റെ പ്രതിനിധിക്ക് ഒരു ന്യൂനതയും ഉണ്ടാവാൻ പാടില്ല. ഒരു മലക്കിനെ, അല്ല, ഒരു ജീവിയെ അള്ളാഹു തൻ്റെ പ്രതിനിധിയാക്കാത്തത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ആ ജീവിക്ക് ഒരു പൂർണ്ണതയില്ല. അതുകൊണ്ട് അള്ളാഹു ജീവികളെ, ആരെയും ഒന്നിനെയും പ്രതിനിധിയാക്കിയില്ല. പിന്നെ പലപ്പോഴും മക്കായിലെ മുശ്രിക്കീങ്ങൾ വരെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അള്ളാഹുവിനെ അങ്ങനെ ഒരു ദൂതനെ അയക്കണമെങ്കിൽ എന്തുകൊണ്ട് മലക്കുകളെ അയച്ചില്ല എന്നത്.
മലക്കുകൾക്ക് ഒരു പക്ഷേ മനുഷ്യരിൽ നിന്ന് വിഭിന്നമായ വ്യത്യസ്തമായ കഴിവുകളുണ്ടായിരിക്കാം. പക്ഷേ മനുഷ്യനോളം സാമർഥ്യം മലക്കൾക്കുണ്ടാവില്ല. കാരണം ഒരു കാര്യം ഏൽപ്പിച്ചാൽ അതാലോചിച്ച് അതിൻ്റെ ശരി ചെയ്യുക എന്നതാണ് മനുഷ്യൻ്റെ പ്രകൃതി. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. യഫ്അലൂന മാ അമറഹു, അള്ളാഹു പറഞ്ഞത് ചെയ്യാനേ അവർക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് അവരെ ആരെയെങ്കിലും പ്രതിനിധികളാക്കാതിരുന്നത്. മലക്കുകളെ അള്ളാഹു പഠിച്ചതാണ്. മലക്കുകൾ നമ്മളെക്കാൾ ശ്രേഷ്ഠവാന്മാരാണ്. ലാ യഅസൂനല്ലാഹ ഫീമാ അമറഹും. അതൊക്കെ ശരിയാണെങ്കിലും അവരിൽ ഒരാളെയും അള്ളാഹു തൻ്റെ പ്രതിനിധി എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ല. അത് മനുഷ്യനെയാണ്. അപ്പോൾ മനുഷ്യന് പൂർണ്ണത വേണം, ഒന്ന്. രണ്ടാമത്തേത്, അവന് ആശയവിനിമയ ശേഷി വേണം. അവൻ പ്രതിനിധിയാണ്, മറ്റു പ്രതിനിധികൾക്കിടയിൽ ജീവിക്കുന്നവനാണ്. ആ പ്രതിനിധികളിൽ ഏതെങ്കിലും ഒരാൾ തൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമായ പ്രാതിനിധ്യം, അള്ളാഹുവിൻ്റെ പ്രാതിനിധ്യം എന്ന ദൗത്യ ഉത്തരവാദിത്തം മറക്കുകയോ അതിൽ വീഴ്ച വരുത്തുകയോ ഒക്കെ ചെയ്താൽ അത് ഉണർത്തിക്കൊടുക്കേണ്ടത് ഈ പ്രതിനിധിയാണ്. അപ്പോൾ പ്രതിനിധി വേണം. പ്രതിനിധികൾ തമ്മിൽ അത്തരത്തിലുള്ള ആശയവിനിമയത്തിനുള്ള സാധ്യതയും വേണം. അതുകൊണ്ട് ഏറ്റവും ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദൗത്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ എല്ലാ നിയമങ്ങളും എല്ലാ നിർദ്ദേശങ്ങളും അടങ്ങിയിരിക്കുന്ന ഖുർആൻ പഠിപ്പിക്കുകയാണ് വേണ്ടത്. ആദ്യം ഖുർആൻ പഠിപ്പിച്ചു. ആദ്യമായി ചെയ്തത് ഖുർആൻ പഠിപ്പിക്കുകയാണ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഈ 3 അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവന് ഖുർആൻ പഠിപ്പിച്ചു എന്നതാണ്. അപ്പോൾ ആശയപരമായി ക്രമം ശരിയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം ഖുർആൻ. അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, അവൻ്റെ നിയമങ്ങൾ, അവൻ്റെ ഉപദേശനിർദ്ദേശങ്ങൾ അതെല്ലാം അവന് നൽകി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് നൽകാൻ, അത് സ്വീകരിക്കാൻ അവനെ പടച്ചു. അത് കൈകാര്യം ചെയ്യാൻ അവന് സംസാരശേഷി നൽകി എന്നതൊക്കെ ആശയപരമായി അത്ര തന്നെ പ്രാധാന്യമുള്ളതല്ല. അപ്പോൾ സംഭവത്തിൻ്റെ ക്രമങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആശയത്തിൻ്റെ വലുപ്പ ചെറുപ്പങ്ങളാണ്, ആശയത്തിൻ്റെ പ്രാധാന്യവുമാണ്. അപ്പം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമം വന്നത് എന്ന 4 ആയത്തുകൾ പിന്നിട്ടു. 5-ാമത്തെ ആയത്തിലേക്ക് നാം ഇൻഷാ അല്ലാഹ് പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ വിശ്വാസിയുടെയും ചിന്തകളെ വലിയ ലോകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനും അള്ളാഹുവിനെ സൃഷ്ടാവായി തിരിച്ച് അറിയുവാനും അതാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശം. അതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധവൽക്കരിച്ച് നിങ്ങൾ ഇന്ന പേരുള്ള ദൈവത്തെ ദൈവമായി കണ്ടേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങളെല്ലാം വെട്ടിക്കൊല്ലും എന്നൊക്കെ പറയുന്ന സമീപനം, ബലപ്രയോഗത്തിൻ്റെ സമീപനം, ആയുധപ്രയോഗത്തിൻ്റെ സമീപനം, ഇതൊന്നും അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തേക്ക് മനുഷ്യനെ ഇറക്കിവിടുക. എന്നിട്ട് ആ ലോകത്ത് കാണുന്ന, അനുഭവിക്കുന്ന, കേൾക്കുന്ന എല്ലാ അത്ഭുതങ്ങളെയും മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട് വിലയിരുത്തുക. എന്നിട്ട് ഇതിൻ്റെ പിന്നിലുള്ള ശക്തിയെ യഥാവിധം തിരിച്ചറിയുക. ആ ശക്തിയെ അംഗീകരിക്കുകയും അവൻ്റെ അടിമയായി ജീവിക്കുകയും ചെയ്യുക. ഇതാണ് അള്ളാഹുവിൻ്റെ പരമമായ ഉദ്ദേശം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ ആയത്തുകൾ നമുക്കെല്ലാം സുപരിചിതമാണ്. അതിൽ അള്ളാഹു പറയുന്നത് ഭ്രൂണത്തെക്കുറിച്ചാണ്. ഭ്രൂണത്തിൽ നിന്ന് ഇത്രയും കഴിവുകളുള്ള, ഇത്രയും സവിശേഷതകളുള്ള ഒരു മനുഷ്യ സൃഷ്ടിച്ചവനെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിന്തകളിലൂടെ പ്രാപഞ്ചികവും അല്ലാത്തതുമായ, വസ്തുതാപരവും ആശയപരവുമായ ചിന്തകളിലൂടെ സത്യം കണ്ടെത്തുകയും അതിനെ സ്വീകരിക്കുകയും അതിനെ അനുധാവനം ചെയ്ത് ജീവിക്കുകയും ചെയ്യുക എന്നതാണ് സത്യത്തിൽ മനുഷ്യൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട്
അല്ലാഹു സുബ്ഹാനഹു വ തആല മേൽ പറഞ്ഞ 3 ആയത്തുകളിൽ എന്നല്ല 4 ആയത്തുകളിൽ തന്നെ അർ റഹ്മാൻ, അവിടെ അള്ളാഹുവിൻ്റെ മഹാകാരുണ്യം പറഞ്ഞു. ആ കാരുണ്യം വിശദീകരിച്ചുകൊണ്ടെന്നോണം അല്ലമൽ ഖുർആൻ പറഞ്ഞു, ഖലഖൽ ഇൻസാൻ പറഞ്ഞു, അല്ലമഹുൽ ബയാൻ പറഞ്ഞു. ചിന്തിക്കുന്ന ആൾക്കാർക്ക് അത്ര തന്നെ മതി ചിന്തിക്കാനും പരമമായ സത്യത്തിൽ എത്തിച്ചേരുവാനും. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുകയാണ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പല തരത്തിലുള്ള ആൾക്കാരുണ്ടാകും. അവര് ഏതെങ്കിലും ഒരാളുടെ മനസ്സ്, ചിന്ത ശരിയായൊരു പോയിന്റിലേക്ക് ഏത് നിമിഷത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ് തിരിയുക എന്നറിയില്ല. അതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു? ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ ആയത്തുകൾ നിക്ഷേപിച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനി പറയുന്നത് അത്തരത്തിലുള്ള 2 ആയത്തുകളെയാണ്. അള്ളാഹു പറയുന്നു, അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. സൂര്യനും ചന്ദ്രനും ഒരു കണക്കനുസരിച്ചാണ്, ഒരു കൃത്യതയനുസരിച്ചാണ് നിലകൊള്ളുന്നത്. മറ്റൊരു വലിയ ചിന്താലോകത്തിലേക്ക് അള്ളാഹു നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഈ ആയത്തിലൂടെ. സൂര്യനും ചന്ദ്രനും എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും അവഗണിക്കാനാവാത്ത വിധം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നതും നമുക്ക് ചിന്തിക്കാനുള്ള വക നൽകുന്നതും നമ്മെ ആകർഷിക്കുന്നതും ഒക്കെയായ വലിയ 2 സത്യങ്ങളാണ് സൂര്യനും ചന്ദ്രനും. ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇവിടെ പറയുന്നത്, സൂര്യൻ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ പ്രകാശം, അതിൻ്റെ ഭ്രമണം, അതിൻ്റെ ശക്തി, അതിൽ നിന്ന് പ്രസരിക്കുന്ന ഊർജം, അതിൻ്റെ അളവുകൾ, ഇതെല്ലാം വളരെ പ്രധാനമാണ്. അതോരോന്നും നമ്മുടെ ചിന്തക്ക് വിഷയമാക്കാൻ കഴിയുന്ന വിഷയങ്ങൾ തന്നെയാണ്. പക്ഷേ അതേസമയം അള്ളാഹു ഇവിടെ പറയുന്നത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഘടകങ്ങളെക്കുറിച്ചോ മറ്റോ അല്ല. അവ രണ്ടും സദാ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചലനം, അതിനാൽ ഉണ്ടായിത്തീരുന്ന കാര്യങ്ങൾ, പ്രതിപ്രവർത്തനങ്ങൾ, ഇതെല്ലാം അതീവ കൃത്യതയുള്ളതാണ് എന്നാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനെ ഏറ്റവും പ്രധാനമായി ആശ്രയിക്കുന്നത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും എല്ലാം കൃത്യമായ ഈ ഒരു കണക്കാണ്. സൂര്യചന്ദ്രന്മാരുടെ ചലനം, അതിനൊരു കൃത്യതയുണ്ട്. ആ ചലനത്തിൻ്റെ ഗതി, അതിനൊരു കൃത്യതയുണ്ട്. അതിൻ്റെ ഭ്രമണം, അതിനൊരു കൃത്യതയുണ്ട്. മാത്രമല്ല അവ രണ്ടിൻ്റെയും വലുപ്പം, വ്യാസം, അതിന് അതിൻ്റേതായൊരു കൃത്യതയുണ്ട്. അവ തമ്മിലുള്ള അകലം, അതിനൊരു കൃത്യതയുണ്ട്. അവ രണ്ടും പുറപ്പെടുവിക്കുന്ന ചൂട്, തണുപ്പ് തുടങ്ങിയ അനുഭവങ്ങൾ, ഇതിനെല്ലാം ഒരു കൃത്യതയുണ്ട്. ആ കൃത്യതയിലാണ് ഈ പ്രപഞ്ചത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തിയിരിക്കുന്നത്. അവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ആ കൃത്യത നഷ്ടപ്പെടുകയും അതിൻ്റെ കണക്ക് തെറ്റുകയും ചെയ്താൽ ഈ പ്രപഞ്ചത്തിൻ്റെ താളം തന്നെ തെറ്റിപ്പോകും. നമുക്ക് വളരെ ചെറിയ നിലക്ക് ഒരുപാട് ശാസ്ത്രങ്ങൾ അതിന് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഭൂമിയെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കാം. നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. ഏതാണ്ട് 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയും. ഈ 24 മണിക്കൂർ ഉള്ളത് കൊണ്ടാണ് ഈ പ്രസംഗം അവസാനിക്കുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ഇന്ന ദിവസം ഇതിൻ്റെ ബാക്കി പറയാൻ വേണ്ടി കണ്ടുമുട്ടാം എന്നെനിക്ക് പറയാൻ കഴിയുന്നത്. കാരണം എന്താണ്? എൻ്റെ കണക്ക് കൂട്ടലനുസരിച്ച്, എൻ്റെ പ്രതീക്ഷയനുസരിച്ച് ഇന്നത്തെ ദിവസത്തിന് 24 മണിക്കൂറാണ്, അടുത്ത ദിവസത്തിനും 24 മണിക്കൂറാണ്, തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും 24 മണിക്കൂറാണ്. അപ്പോൾ 24 മണിക്കൂറുള്ള എത്ര ദിവസങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ കഴിയും എന്നെനിക്ക് നേരത്തെ കണക്കുകൂട്ടാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രപഞ്ചത്തിലെ ദിവസങ്ങളൊക്കെ 24 മണിക്കൂർ മാത്രമാണ്, അത് തെറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള കലണ്ടറുകൾ ഇപ്പോൾ തന്നെ അച്ചടിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. എങ്ങനെയാണ് അടുത്ത വർഷത്തെ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, രാവ് പകൽ, അമാവാസി, മാസങ്ങൾ,
കൊല്ലങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് നേരത്തെ ഗണിക്കാൻ കഴിയുന്നത്? നമുക്കൊരാളോട് എങ്ങനെയാണ് ഒരു ഡേറ്റ് പറയാൻ കഴിയുന്നത്? അങ്ങനെ ഡേറ്റ് പറഞ്ഞാൽ എങ്ങനെയാണത് പാലിക്കാൻ കഴിയുന്നത്? ഇതിൻ്റെ ഒക്കെ പിന്നിലുള്ള കാര്യം ഇതാണ്. ഒരു ദിവസം 24 മണിക്കൂർ ആണ് എന്നുള്ളതാണ്. ആ 24 മണിക്കൂർ ആകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു സെക്കൻഡിൽ 10,000 കിലോമീറ്റർ വേഗതയിൽ നമ്മുടെ ഭൂമി സൂര്യൻ്റെ മുമ്പിൽ നിന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇത്രയും വേഗത്തിൽ കറങ്ങുമ്പോൾ സൂര്യൻ്റെ അഭിമുഖമായി വരുന്ന വെളിച്ചം തട്ടുന്ന പ്രദേശങ്ങൾ അവിടെ പകലായിരിക്കും. അതേസമയം വെളിച്ചം തട്ടാത്ത പ്രദേശങ്ങൾ അവിടെ ഇരുട്ടായിരിക്കും. അപ്പോൾ ഈ 16,000 കിലോമീറ്റർ വേഗത എന്ന് പറഞ്ഞത് അതിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ എന്ന് സങ്കല്പിക്കുക. അതായത് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത്, ചുറ്റിക്കറങ്ങുന്നത് 800 കിലോമീറ്റർ വേഗതയിലാണെന്ന് വന്നാൽ നമുക്ക് ഒരു ദിവസം 24 മണിക്കൂർ എന്ന് പറഞ്ഞത് 48 മണിക്കൂറായി തീരും. അപ്പോൾ നമ്മുടെ ഒരു ദിവസം 2 ദിവസമായി തീരും. അതേപോലെ തന്നെ ഈ വേഗത ഇത് പകുതിയായുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത് ഇരട്ടിയായാലോ? അതായത് 32,000 കിലോമീറ്റർ വേഗതയിലാണ് ഒരു സെക്കൻഡിൽ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് വന്നാൽ നമ്മുടെ ഒരു ദിവസത്തിന് വെറും 12 മണിക്കൂറിൻ്റെ ദൈർഘ്യമേ ഉള്ളൂ. അതോടൊപ്പം മുന്നോട്ട് പോകുന്നുണ്ട്. സൂര്യനെ ഇങ്ങനെ സൂര്യൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കറങ്ങുക മാത്രമല്ല ഭൂമി ചെയ്യുന്നത്, മറിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. 1,80,000 കിലോമീറ്റർ പെർ ഹവർ എന്ന വേഗതയിൽ മുന്നോട്ട് പോയി സൂര്യനെ വലം വെക്കുന്നുണ്ട്. ആ വലം വെക്കൽ മുന്നോട്ട് പോയിട്ട് സൂര്യനെ ചുറ്റി വരുന്നുണ്ട് ഭൂമി. ആ ചുറ്റിവരൽ പൂർത്തിയാകുമ്പോഴേക്ക് ഒരു വർഷമായി. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കണക്കുകളെല്ലാം കൂട്ടുന്നത്. ഇതെല്ലാം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് സൂര്യനും ചന്ദ്രനും പ്രത്യേകമായ അല്ലെങ്കിൽ കൃത്യമായ ഒരു കാലം, ഒരു കൃത്യത നൽകിയിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിന്റെ 5-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ഹുവല്ലദീ ജഅല ശംസ ളിയാഅൻ വൽ ഖമറ നൂറൻ വഖദ്ദറഹു മനാസില ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്. നമുക്ക് കണക്കും കൊല്ലങ്ങളുടെ എണ്ണവും മാസങ്ങളുടെ എണ്ണവും ആണ്ടറുതികളുടെ സമയവും ഇതെല്ലാം അറിയാൻ വേണ്ടിയാണ് സൂര്യനും ചന്ദ്രനും കൃത്യത നാം നൽകിയിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കാൻ, ആ കൃത്യത, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കൃത്യത എത്രമാത്രം കണിശമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ ഒരു തെളിവുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത സംഗമത്തിൽ നമുക്ക് പറയാം. അതുവരേക്കും അസ്തൗദിഅക്കുമുല്ലാഹ ദീനക്കും അമാനാതിക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.